നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഓങ്ങല്ലൂരിൽ GST വകുപ്പിന്റെ നേതൃത്വത്തിൽ വ്യാപക റെയ്ഡ്. പരിശോധന നടന്നത് കാരക്കാട് മേഖലയിലെ സ്ക്രാപ്പ് വ്യാപാര സ്ഥാപനങ്ങളിൽ. റെയ്ഡ് വ്യാജ GST രജിസ്ട്രേഷൻ ഉണ്ടാക്കി അനധികൃത വ്യാപാരം നടത്തുന്ന സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചെന്ന സൂചന. പട്ടാമ്പി മരുതൂരിൽ വനം വകുപ്പിന്റെ ചന്ദനവേട്ട. വാടക വീട് കേന്ദ്രീകരിച്ച ചന്ദന കച്ചവടത്തിലേർപ്പെട്ട സംഘത്തിലെ 2 പേർ അറസ്റ്റിൽ. ഒരാൾ ഓടി രക്ഷപ്പെട്ടു. വിൽപ്പനയ്ക്കായി ചെത്തിയൊരുക്കിയ 236 കിലോ ചന്ദനവും 2 വാഹനങ്ങളും ആയുധങ്ങളും ഡിജിറ്റൽ ത്രാസും മൊബൈൽ ഫോണുകളും പിടിച്ചെടുത്തതായി അധികൃതർ. അറസ്റ്റിലായത് കരിമ്പുഴ ശ്രീകൃഷ്ണപുരം സ്വദേശികൾ. വേനൽ മഴയിൽ പരക്കെ നാശനഷ്ടം. കോട്ടായിയിൽ ഗവൺമെന്റ് ഹൈസ്കൂളിന്റെ ചുറ്റുമതിൽ തകർന്നു വീണു. കോട്ടായി പുടൂർ പ്രധാന പാതയിൽ സംരക്ഷണ ഭിത്തി വയലിലേക്ക് പതിച്ചു. ദേശമംഗലത്ത് റോഡ് ഇടിഞ്ഞു വീണ് അപകട ഭീഷണിയിലായ കുടുംബത്തെ മാറ്റിപ്പാർപ്പിച്ചു. വീടിനരികിലേക്ക് റോഡ് ഇടിഞ്ഞു വീണത് ബുധനാഴ്ച വൈകിട്ട്. തൃശൂരിൽ നഗരത്തിലെ രൂക്ഷമായ വെള്ളക്കെട്ടിനെതിരെ കോർപ്പറേഷൻ ഓഫീസിൽ പ്രതിപക്ഷ കൌൺസിലർമാരുടെ പ്രതിഷേധം. കേച്ചേരിയിൽ KSRTC ബസിന് പിറകിൽ സ്വകാര്യ ബസ്സിടിച്ച് 15 പേർക്ക് പരിക്ക്. അപകടം ഇന്നു രാവിലെ 9 മണിക്ക്. തൃശൂർ ചൊവ്വൂരിൽ ഫർണിച്ചർ നിർമ്മാണ യൂണിറ്റിൽ വൻ തീപിടുത്തം. ആളപായമില്ല. കൂനത്തറയിൽ ഭൂമാഫിയയുടെ വിളയാട്ടം അവസാനിപ്പിക്കാൻ നടപടി വേണമെന്ന് BJP. പ്രദേശത്തെ കുന്നിടിക്കൽ പ്രവൃത്തി നാട്ടുകാരിൽ വലിയ ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ടെന്ന് നേതാക്കൾ. BJP ജില്ലാ പ്രാദേശിക നേതാക്കൾ സ്ഥലം സന്ദർശിച്ചു. ഭൂമാഫിയക്കെതിരെ നടപടിയുണ്ടായില്ലെങ്കിൽ പ്രക്ഷോഭം ആരംഭിക്കുമെന്ന് BJP ജില്ലാ ജനറൽ സെക്രട്ടറി P. വേണുഗോപാൽ. കൊല്ലങ്കോട് വാഴപ്പുഴയിൽ പുലി ചത്തത് ആന്തരിക രക്തസ്രാവം മൂലമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. പുലി കുടുങ്ങിയ വേലിയിലെ കമ്പികൾ വരിഞ്ഞു മുറുകിയത് ആന്തരിക അവയവങ്ങൾക്ക് ക്ഷതമേൽക്കാൻ കാരണമായി. പോസ്റ്റ്മോർട്ടം നടത്തിയത് തൃശൂർ വെറ്റിനറി കോളേജിലെ വിദഗ്ധ സംഘം. വാർത്തകൾ വിശദമായി. പട്ടാമ്പി ഓങ്ങല്ലൂരിൽ GST വകുപ്പിന്റെ നേതൃത്വത്തിൽ വ്യാപക റെയ്ഡ്. കാരക്കാട് മേഖലയിലെ സ്ക്രാപ്പ് വ്യാപാര സ്ഥാപനങ്ങളിലാണ് റെയ്ഡ് നടന്നത്. പുലർച്ചെ 5 മണി മുതൽ പരിശോധന ആരംഭിച്ചിരുന്നു. GST വകുപ്പിന് കീഴിലെ ഇന്റലിജൻസ് എൻഫോഴ്സ്മെന്റ് വിഭാഗങ്ങളുടെ നേതൃത്വത്തിലാണ് ഓങ്ങല്ലൂർ കാരക്കാട് മേഖലയിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തിയത്. 350 ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്തെ 101 കേന്ദ്രങ്ങളിലാണ് ഒരേ സമയം പരിശോധനയുണ്ടായത്. സ്ക്രാപ്പ് വ്യാപാര സ്ഥാപനങ്ങളിൽ പുലർച്ചെ 5 മണിക്ക് പരിശോധന തുടങ്ങി. വ്യാജ GST രജിസ്ട്രേഷൻ നിർമ്മിച്ച് അനധികൃത വ്യാപാരം നടത്തുന്ന സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചാണ് റെയ്ഡ്. സംസ്ഥാനത്ത് വ്യാജ GST രജിസ്ട്രേഷനിലൂടെ 1200 കോടി രൂപയുടെ വ്യാപാരം നടന്നതായി GST അധികൃതർ വ്യക്തമാക്കി. വിവിധയിടങ്ങളിൽ നിന്ന് നിരവധി പേർ കസ്റ്റഡിയിലായതായാണ് സൂചന. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. കൂനത്തറ വാര്യത്തുകുന്നിലെ ഭൂമാഫിയ വിളയാട്ടം അവസാനിപ്പിക്കാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്ന് BJP. പ്രദേശത്തെ കുന്നിടിക്കൽ പ്രവൃത്തി നാട്ടുകാരിൽ വലിയ ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ടെന്ന് സ്ഥലം സന്ദർശിച്ച് BJP നേതാക്കൾ പറഞ്ഞു. വാണിയംകുളം പഞ്ചായത്തിന്റെയും ഷൊർണൂർ മുനിസിപ്പാലിറ്റിയുടെയും അതിർത്തി പ്രദേശമായ കൂനത്തറ വാര്യത്തുകുന്നിൽ കുന്നിടിച്ചു നിരത്തുന്ന പ്രവൃത്തി വലിയ പാരിസ്ഥിതിക പ്രത്യാഘാതം സൃഷ്ടിക്കുമെന്ന ആശങ്ക നിലനിൽക്കുകയാണ്. കുന്നിടിക്കൽ പ്രദേശവാസികളിൽ വലിയ ആശങ്കയും പ്രതിഷേധവും സൃഷ്ടിച്ചിട്ടുണ്ടെന്ന് സ്ഥലം സന്ദർശിച്ച BJP നേതാക്കൾ ചൂണ്ടിക്കാട്ടി. പ്രദേശത്ത് ഭൂമാഫിയ നടത്തുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളും മണ്ണെടുപ്പും ഉടൻ നിർത്തലാക്കാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്ന് BJP പാലക്കാട് ജില്ലാ ജനറൽ സെക്രട്ടറി P. വേണുഗോപാൽ ആവശ്യപ്പെട്ടു. വാണിയംകുളം പഞ്ചായത്തിൻ്റെയും ഷൊർണൂർ മുനിസിപ്പാലിറ്റിയുടെയും അതിർത്തിയിലുള്ള വാര്യത്തുകുന്ന് എന്നുള്ള ഈ പ്രദേശത്ത് വ്യാപകമായ രീതിയിൽ മണ്ണെടുക്കലും സ്ഥലം ആ കുന്ന് നിരപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ പേരിൽ വീടുകൾക്ക് ഭയങ്കരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു. എനിക്ക് പറയുമ്പോൾ വലിയ ഉരുൾപൊട്ടലടക്കമുള്ള കാര്യങ്ങൾക്ക് സാധ്യതയുള്ള രീതിയിലേക്കാണ് വരുന്നത്. ഇത് വാണിയംകുളം പഞ്ചായത്തിൻ്റെ ഭരണസമിതിയുടെ ഒത്താശയോട് കൂടിയിട്ടാണ് നടക്കുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എത്രയും പെട്ടെന്ന് ഈ മണ്ണെടുക്കലും അതേപോലെ തന്നെ സ്ഥലം നിരപ്പാക്കലും അവസാനിപ്പിക്കാൻ അധികൃതർ തയ്യാറാവണം. അതല്ലെങ്കിൽ ഇവിടെയുള്ള വീടുകൾക്കും ജനങ്ങൾക്കും നാശനഷ്ടങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൻ്റെ പരിപൂർണമായുള്ള ഉത്തരവാദിത്വം പഞ്ചായത്ത് ഭരണസമിതിക്കായിരിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, രാത്രി സമയത്ത് ഇവിടെ മണ്ണൊലിപ്പുണ്ടായി. പാതിരാത്രിക്ക് തന്നെ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ, പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ റോഡിൽ കുന്നുകൂടിയിട്ടുള്ള മണ്ണ്, എത്രയോ കൂടുതൽ മണ്ണ് രാത്രി തന്നെ നീക്കം ചെയ്യുകയാണ് ഉണ്ടായത്. ഇത്രയും ശുഷ്കാന്തി അവർ കാണിക്കുന്ന സമയത്ത് ഇത് പഞ്ചായത്ത് ഭരണസമിതിയുടെ ഇതിൽ വ്യാപകമായുള്ള അഴിമതി നടത്തിക്കൊണ്ട് സ്വകാര്യ വ്യക്തിയിൽ നിന്ന് പണം കൈപ്പറ്റിക്കൊണ്ടാണോ എന്നുകൂടി ഭാരതീയ ജനതാ പാർട്ടി സംശയിക്കുന്നു. ജില്ലാ സെൽ കോർഡിനേറ്റർ MP സതീഷ് കുമാർ, ഷൊർണൂർ മണ്ഡലം പ്രസിഡന്റ് N. മണികണ്ഠൻ, ജനറൽ സെക്രട്ടറി P. ജയരാജ്,
കുളപ്പുള്ളി ഏരിയ പ്രസിഡന്റ് MK വിപിൻനാഥ് എന്നിവരുൾപ്പെടുന്ന സംഘമാണ് വാര്യത്തുകുന്ന് പ്രദേശം സന്ദർശിച്ചത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഓങ്ങല്ലൂർ മരുതൂരിൽ വനംവകുപ്പിന്റെ ചന്ദനവേട്ട. 236 കിലോ ചന്ദനം പിടിച്ചെടുത്തു. രഹസ്യവിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് വിൽപ്പനയ്ക്കായി ചെത്തിയൊരുക്കുകയായിരുന്ന ചന്ദനം പിടികൂടിയത്. സംഭവത്തിൽ 2 പേരെ റേഞ്ച് ഫോറസ്റ്റ് അധികൃതർ അറസ്റ്റ് ചെയ്തു. ഒരാൾ ഓടി രക്ഷപ്പെട്ടു. മരുതൂരിലെ വാടക വീട് കേന്ദ്രീകരിച്ചായിരുന്നു ചന്ദനക്കടത്ത് സംഘത്തിന്റെ പ്രവർത്തനം. രഹസ്യവിവരത്തെ തുടർന്നാണ് റേഞ്ച് ഫോറസ്റ്റ് അധികൃതർ ഇവിടെ പരിശോധന നടത്തിയത്. വനപാലകരെത്തുമ്പോൾ 3 അംഗ സംഘം ചന്ദനം ചെത്തിയൊരുക്കുകയായിരുന്നു. 1-ാം പ്രതി കരിമ്പുഴ ആറ്റാശ്ശേരി സ്വദേശി 32 വയസ്സുള്ള മുഹമ്മദ് സമീർ, 3-ാം പ്രതി ശ്രീകൃഷ്ണപുരം പന്നിയംതൊടി സ്വദേശി 41 വയസ്സുള്ള ബാബു എന്നിവരെ വനപാലകർ അറസ്റ്റ് ചെയ്തു. 2-ാം പ്രതിയും 1-ാം പ്രതി സമീറിൻ്റെ സഹോദരനുമായ മുഹമ്മദ് സജീർ ഓടി രക്ഷപ്പെട്ടു. ചന്ദനവും ചന്ദനക്കറത്തിനുപയോഗിക്കുന്ന ഓട്ടോ ഉൾപ്പെടെ 2 വാഹനങ്ങളും ചന്ദനം ചെത്തിയൊരുക്കാൻ ഉപയോഗിച്ച ആയുധങ്ങളും ഡിജിറ്റൽ ത്രാസും 2 മൊബൈൽ ഫോണുകളും പിടിച്ചെടുത്തിട്ടുണ്ടെന്ന് പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ KP ജിനേഷ് പറഞ്ഞു. ഈ 3 പ്രതികളിൽ സജീർ ആണ് ഓടിപ്പോയിട്ടുള്ളത്. 2 പ്രതികളെ നമുക്ക് പിടികൂടാൻ പറ്റും. 3-ാമത്തെ പ്രതി നമ്മൾ ഉടനെ പിടിക്കും. അവിടെ നിന്ന് നമുക്ക് ചന്ദനങ്ങൾ കിട്ടിയിട്ടുണ്ട്. ചന്ദനം ചെത്തിയ രീതിയിലുള്ളതും ചെത്തിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ളതും ചീളുകളും 2 വാഹനങ്ങളും. ചെത്തിയ ചന്ദനം ഒരു ഓട്ടോറിക്ഷയിൽ ആർക്കോ വിൽക്കാൻ വേണ്ടിയിട്ട് പൊതിഞ്ഞ് വെച്ച രൂപത്തിലും, ബാക്കിയുള്ളത് കുറച്ച് ചന്ദനം ഓഫീസിലും കുറച്ച് വീട്ടിൽ നിന്നും അതിൻ്റെ വീടിനോട് ചെറിയ ചായത്തിലും ഒക്കെ ആയിട്ടാണ് നമ്മൾ കിട്ടിയിട്ടുള്ളത്. ഓടി രക്ഷപ്പെട്ട പ്രതിക്കായി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. കേസിൽ അധികൃതർ മേൽ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കൊല്ലങ്കോട് വാഴപ്പുഴയിൽ പുലി ചത്തത് ആന്തരിക രക്തസ്രാവം മൂലമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. പ്രാഥമിക നിഗമനം ശരിവെക്കുന്നതാണ് റിപ്പോർട്ട്. തൃശൂർ വെറ്റിനറി കോളേജിലെ വിദഗ്ധ സംഘമാണ് വ്യാഴാഴ്ച പോസ്റ്റ്മോർട്ടം നടത്തിയത്. ബുധനാഴ്ചയാണ് കൊല്ലങ്കോട് വാഴപ്പുഴയിലെ ഉണ്ണികൃഷ്ണന്റെ മാവിൻതോട്ടത്തിലെ കമ്പിവേലിയിൽ പുലി കുടുങ്ങിയത്. കമ്പിവേലിയിൽ കുടുങ്ങിയ പുലിയുടെ കാലുകൾക്കും ആന്തരിക അവയവങ്ങൾക്കും ക്ഷതം പറ്റിയിട്ടുണ്ട്. കമ്പികൾ വരിഞ്ഞു മുറുകിയത് ആന്തരിക രക്തസ്രാവം രൂക്ഷമാക്കിയെന്നും ഇതാണ് ജീവൻ നിലയ്ക്കാൻ കാരണമായതെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. വനപാലകർ മയക്കുവെടി വെച്ച് ധോണിയിലെ ക്യാമ്പിലേക്ക് മാറ്റാൻ ശ്രമിക്കുമ്പോഴാണ് പുലി ചത്തത്. പുലിയുടെ ശരീരത്തിൽ പരിക്കുകളുണ്ടായിരുന്നില്ലെങ്കിലും ഉള്ളിലെ മുറിവുകളാണ് മരണകാരണമെന്ന് കണ്ടെത്തി. പ്രാഥമിക നിഗമനവും ഇതുതന്നെയായിരുന്നു. മലദ്വാരത്തിലൂടെ രക്തം പുറത്തേക്ക് വന്നിരുന്നത് ആന്തരിക രക്തസ്രാവമാണെന്ന സംശയം ബലപ്പെടുത്തി. വ്യാഴാഴ്ച തൃശൂർ വെറ്റിനറി കോളേജിലെ വിദഗ്ധ സംഘമാണ് പോസ്റ്റ്മോർട്ടം നടത്തിയത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കേച്ചേരിയിൽ KSRTC ബസ്സിന് പിറകിൽ സ്വകാര്യ ബസ്സിടിച്ച് 15 പേർക്ക് പരിക്ക്. രാവിലെ 9 മണിയോടെയാണ് അപകടമുണ്ടായത്. അപകടത്തെ തുടർന്ന് പ്രദേശത്ത് ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. തൃശൂർ ഭാഗത്തു നിന്ന് കുന്നംകുളം ഭാഗത്തേക്ക് വരികയായിരുന്ന KSRTC ബസ്സിന് പിറകിൽ സ്വകാര്യ ബസ് ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ 2 ബസ്സുകൾക്കും കേടുപാടുകൾ സംഭവിച്ചു. 15 പേർക്കാണ് അപകടത്തിൽ പരിക്കേറ്റത്. പരിക്കേറ്റവരെ കേച്ചേരി ആക്സ് ആംബുലൻസ് പ്രവർത്തകർ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തെ തുടർന്ന് കേച്ചേരിയിൽ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. കുന്നംകുളം സബ് ഇൻസ്പെക്ടർ ജ്യോതിസിന്റെ നേതൃത്വത്തിൽ പോലീസ് സംഘം സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ശക്തമായ കാറ്റിലും മഴയിലും കോട്ടായി മേഖലയിൽ പരക്കെ നാശനഷ്ടം. കോട്ടായി ഗവൺമെന്റ് ഹൈസ്കൂളിന്റെ ചുറ്റുമതിൽ തകർന്നു വീണു. ശക്തമായ മഴയിൽ കോട്ടായി പുടൂർ പ്രധാന പാതയുടെ കരിങ്കൽ സംരക്ഷണ ഭിത്തി വയലിലേക്ക് പതിച്ചു. കാത്തിരുന്നെത്തിയ വേനൽ മഴ വ്യാപക നാശനഷ്ടമാണ് കോട്ടായി മേഖലയിൽ വിതച്ചത്. പ്രദേശത്ത് ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടം സംഭവിച്ചു. കോട്ടായി ഗവൺമെന്റ് ഹൈസ്കൂളിന്റെ ചുറ്റുമതിൽ തകർന്നു വീണു. ബുധനാഴ്ച വൈകുന്നേരമുണ്ടായ കനത്ത മഴയിലും കാറ്റിലുമാണ് മതിൽ തകർന്നു വീണത്. മേഖലയിൽ വ്യാപകമായി മരങ്ങൾ കടപുഴകി വീണിട്ടുണ്ട്. കാർഷിക മേഖലയിലും വ്യാപക നാശനഷ്ടമാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. കോട്ടായി കണ്ടത്താർക്കാവിന് സമീപം സ്വകാര്യ വ്യക്തിയുടെ വീട്ടുവളപ്പിലെ ചുറ്റുമതിൽ തകർന്നു വീണു. റോഡിൽ വെള്ളക്കെട്ട് ഉയർന്നത് ഗതാഗതത്തിനും ഭീഷണിയായി. കോട്ടായി പൂടൂർ പാലക്കാട് പ്രധാന പാതയിൽ അച്ചംകുളം പള്ളിമുക്കിന് സമീപം റോഡിന്റെ വശത്തുള്ള കരിങ്കൽ സംരക്ഷണ ഭിത്തി തകർന്ന് വയലിലേക്ക് പതിച്ചു. സംരക്ഷണ ഭിത്തി തകർന്നതോടെ റോഡ് ഇടിഞ്ഞു തകരുമോ എന്ന ആശങ്കയിലാണ് നാട്ടുകാർ. PWD അധികൃതർ അടിയന്തരമായി ഇടപെട്ട് തകർന്ന ഭിത്തി പുനർനിർമ്മിച്ച്
റോഡ് സംരക്ഷിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ മഴയിലാണ് കുത്തിയൊലിച്ചെത്തിയ വെള്ളത്തിൽ പ്രധാന പാതയുടെ വശങ്ങളിലെ കരിങ്കൽ സംരക്ഷണ ഭിത്തി തകർന്ന് വയലിലേക്ക് പതിച്ചത്. ന്യൂസ് ബ്യൂറോ, കോട്ടായി. തൃശൂർ നഗരത്തിലെ വെള്ളക്കെട്ടിനെതിരെ കോർപ്പറേഷന് മുന്നിൽ പ്രതിപക്ഷ കൌൺസിലർമാരുടെ പ്രതിഷേധം. കുളവാഴയുമായി എത്തിയാണ് കൌൺസിലർമാർ പ്രതിഷേധിച്ചത്. പോലീസ് തടഞ്ഞതോടെ പ്രതിഷേധക്കാർ കുളവാഴ കോർപ്പറേഷൻ കോമ്പൗണ്ടിലേക്ക് എറിഞ്ഞു. കൌൺസിലർമാരെ പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. വീടുകളിലെ നിരവധി സ്ഥാപനങ്ങളിലെ ഒരുപാട് വെള്ളം കയറി അനുഭവമുണ്ടായി. നമുക്കറിയാം, ഒരുപാട് പേർക്ക് നാശനഷ്ടമുണ്ടായി. സമീപത്തുള്ള അശ്വനി ഹോസ്പിറ്റലിൽ 3 കോടി രൂപയുടെ നഷ്ടം വന്നു എന്നാണ് ഇന്ന് ഞാൻ അശ്വനി ഹോസ്പിറ്റലിൽ സന്ദർശിച്ചപ്പോൾ അവർ അധികാരികൾ പറഞ്ഞത്. 3 കോടി രൂപ നഷ്ടം. ജനങ്ങൾക്ക് ഒരുപാട് നഷ്ടമുണ്ടായി. ഒരുപാട് സാധനങ്ങൾ നശിച്ചു. ഒരുപാട് കടകളിൽ വെള്ളം കയറി അവരുടെ വിൽപ്പനയ്ക്ക് വെച്ച സാധനങ്ങൾ നശിച്ചുപോയി. മേയർ എവിടെ? മേയർ മൂന്നാറിലേക്ക് ടൂർ പോയിരിക്കുകയാണോ? മേയർ തിരുവനന്തപുരം പോയിരിക്കുകയാണോ? മേയർ കൊല്ലത്ത് ഒരു വീട്ടിലേക്ക് ബന്ധുവിന്റെ വീട്ടിൽ താമസിക്കാൻ പോയിരിക്കുകയാണോ? മാധ്യമങ്ങളിൽ വാർത്ത വന്നില്ലേ? ദൃശ്യമാധ്യമങ്ങളിൽ വാർത്ത വന്നില്ലേ? മേയർ വരേണ്ട കടമ മേയർക്കില്ലേ? ഇത് നോക്കേണ്ട അർത്ഥം CPM നേതൃത്വത്തിലില്ലേ? CPM ജില്ലാ നേതൃത്വം എന്ത് ചെയ്യുന്നു? ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു? ഈ ജില്ലയിലെ മന്ത്രിമാർ എന്ത് ചെയ്യുന്നു? MLA എന്ത് ചെയ്യുന്നു? ദേശമംഗലത്ത് ശക്തമായ മഴയിൽ റോഡ് ഇടിഞ്ഞതിനെ തുടർന്ന് അപകട ഭീഷണിയിലായ കുടുംബത്തെ മാറ്റിപ്പാർപ്പിച്ചു. കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് റോഡിന്റെ ഒരു വശം ഇടിഞ്ഞ് അടിഭാഗത്തുള്ള വീടിനടുത്തേക്ക് മണ്ണും കല്ലും ചിതറി വീണത്. ബുധനാഴ്ച വൈകിട്ടുണ്ടായ ശക്തമായ മഴയിലാണ് ദേശമംഗലം പഞ്ചായത്തിലെ 8ാം വാർഡിൽ ഉൾപ്പെട്ട ആറ്റുപുറം നവംബർ 1 റോഡ് ഇടിഞ്ഞ് സമീപത്തെ വീട്ടിലേക്ക് വീണത്. വൈകിട്ട് 6 മണിയോടെയായിരുന്നു സംഭവം. ഉയരമുള്ള റോഡിന്റെ ഒരു ഭാഗത്തെ മണ്ണും കല്ലും വീട്ടിലേക്ക് ഇടിഞ്ഞു വീഴുകയായിരുന്നു. ശബ്ദം കേട്ട് വീട്ടുകാർ പുറത്തേക്ക് ഓടിയതിനാൽ ആർക്കും പരിക്കേറ്റില്ല. റോഡിന്റെ വശങ്ങൾ ഇപ്പോഴും ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വിവരമറിഞ്ഞ പഞ്ചായത്ത് അംഗം ടി സംഗീതയും മറ്റ് ജനപ്രതിനിധികളും നാട്ടുകാരും സ്ഥലത്തെത്തി. വീട്ടുകാരെ ഇവിടെ നിന്ന് മാറ്റിപ്പാർപ്പിക്കാൻ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. റോഡ് അപകടാവസ്ഥയിലായ സാഹചര്യത്തിൽ സമീപത്ത് താമസിക്കുന്നവരെ കൂടി മാറ്റിപ്പാർപ്പിക്കും. ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ വലിയ അപകട ഭീഷണിയാണ് ഈ ഭാഗത്ത് നിലനിൽക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. തൃശൂരിൽ കൂറ്റൻ മരം 11 kV ലൈനിന് മുകളിലൂടെ കടപുഴകി വീണു. തൃശൂർ ചേറ്റുപുഴ റോഡിലാണ് മരം വീണത്. പുലർച്ചെ 4 മണിയോടെയാണ് സംഭവം. തൃശൂർ അഗ്നിരക്ഷാ നിലയത്തിലെ എമർജൻസി റെസ്ക്യൂ വാഹനമെത്തി 3 മണിക്കൂറോളം പണിപ്പെട്ടാണ് മരം മുറിച്ചു നീക്കിയത്. മരം വീണതോടെ വാഹന ഗതാഗതം സ്തംഭിച്ചു. തൃശൂർ അഗ്നിരക്ഷാ സേനാ നിലയത്തിലെ സീനിയർ ഫയർ റെസ്ക്യൂ ഓഫീസർ KA ജ്യോതികുമാറിന്റെ നേതൃത്വത്തിൽ ഫയർ റെസ്ക്യൂ ഓഫീസർമാരായ K സജീഷ്, K ശിവദാസൻ, B ദിനേശ്, G അനിൽകുമാർ എന്നിവരടങ്ങുന്ന സംഘമാണ് മരം മുറിച്ചു നീക്കിയത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. മങ്കരയിൽ തകർച്ചാ ഭീഷണിയിലായ ഇരുനില കെട്ടിടം യാത്രക്കാർക്കും സമീപവാസികൾക്കും ഭീഷണിയാകുന്നു. മങ്കര കൂട്ടുപാതയിൽ ബസ് സ്റ്റോപ്പിന് സമീപത്തെ നൂറ്റാണ്ടു പഴക്കമുള്ള മൺചുമരോടുകൂടിയ വലിയ കെട്ടിടം ഏതു നിമിഷവും നിലം പൊത്താവുന്ന അവസ്ഥയിലാണ്. കെട്ടിടം പാടെ തകർന്ന നിലയിലാണ്. കെട്ടിടത്തിന്റെ ഒരു ഭാഗം സംസ്ഥാന പാതയോരത്തും മറുഭാഗം പഞ്ചായത്ത് റോഡിന്റെ അരികിലുമാണ്. വിദ്യാർത്ഥികളടക്കം നിരവധി പേർ കെട്ടിടത്തിന് സമീപത്തെ ഗ്രാമീണ റോഡിലൂടെ യാത്ര ചെയ്യാറുണ്ട്. 100ഓളം കുടുംബങ്ങൾ ഈ വഴിയാണ് ആശ്രയിക്കുന്നത്. മഴ നനഞ്ഞതോടെ വീടിന്റെ പല ഭാഗങ്ങളും ഭാഗികമായി തകർന്നു വീഴുന്നുണ്ട്. ഭീതിയോടെയാണ് ഇപ്പോൾ ഇതിലെ യാത്ര. സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള കെട്ടിടമാണിത്. കേസ് നിലനിൽക്കുന്നതിനാൽ ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയുമാണ്. പഴക്കമുള്ള കെട്ടിടം നീക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ കലക്ടർ, RDO, മങ്കര പോലീസ്, മണ്ണൂർ പഞ്ചായത്ത് എന്നിവർക്ക് 1 വർഷം മുമ്പ് പരാതി നൽകിയെങ്കിലും ഇന്നുവരെ നടപടിയുണ്ടായില്ലെന്ന് പരിസരവാസികൾ പറഞ്ഞു. യാത്രക്കാരുടെ ജീവൻ അപകടത്തിലാണെന്നും കെട്ടിടം പൊളിച്ചുമാറ്റാൻ സത്വര നടപടി സ്വീകരിക്കണമെന്നും നാട്ടുകാരായ ജബ്ബാർ മങ്കര, PK മോഹൻദാസ്, KT ചാമുണ്ണി, TN തോമസ്, KK കേശവൻ, അരവിന്ദാക്ഷൻ, ചന്ദ്രൻ എന്നിവർ ആവശ്യപ്പെട്ടു. പോലീസ് സ്റ്റേഷനിൽ എല്ലാവരും കംപ്ലൈൻറ്റ് എന്നിട്ട് ഇതുവരെയായിട്ട് ആരും വന്ന് നോക്കിയിട്ടുമില്ല. ഇതിനെപ്പറ്റി ഒരു അഭിപ്രായവും പറയുന്നില്ല. വീണ്ടും ഞങ്ങൾ പഞ്ചായത്തിൽ വൈസ് പ്രസിഡന്റിനെ വിളിച്ചു പറഞ്ഞു. അദ്ദേഹം ആരും ഒരു ആക്ഷൻ ഒന്നും എടുക്കുന്നില്ല. വിഷയത്തിൽ ജില്ലാ കലക്ടർ ഇടപെടണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. സുമാർ 100 വർഷം പഴക്കമുള്ള ഒരു ബിൽഡിംഗാണ്. ഇത് ആള് താമസമല്ല. ഇത് പരസ്പരം കൈമാറിയെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ബിൽഡിംഗ് ഇപ്പോൾ മഴക്കാലം വന്നിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഇതേമാതിരി മഴക്കാലത്ത് ബിൽഡിംഗ് വീഴായി ജനങ്ങളൊക്കെ വളരെ ഭീതിയിലാണ്. ഇപ്രാവശ്യം വളരെ മഴ കൂടുതലാണ്. ഇപ്പോൾ മഴക്കാലം വന്നിട്ടില്ല. അതിന് മുമ്പേ ഇപ്പോൾ ബിൽഡിംഗ് എല്ലാവരും പേടിച്ച് നടക്കുന്ന ഒരു ഇതാണ്. ഇതിൻ്റെ പുറകിൽ 100ഓളം വീട്ടുകാർ താമസിക്കുന്നുണ്ട്. ഇപ്പോൾ സ്കൂൾ ഒരാഴ്ചയായിട്ട് സ്കൂൾ തുറക്കാറായി. 5 മക്കളും
പ്രായമുള്ളവർ, രോഗികളും വഴിയാത്രക്കാരൊക്കെ ബുദ്ധിമുട്ടിലാണ്. അപ്പോൾ ആയതുകൊണ്ട് ഈ വിഷയം ഞങ്ങൾ ഒരു 6-7 മാസം മുന്നേ ഞങ്ങൾ പാലക്കാട് കളക്ടർക്ക്, RDOന്, പഞ്ചായത്തിന്, പോലീസ് സ്റ്റേഷനിലേക്ക് അങ്ങനെ ഗവൺമെന്റിന്റെ പ്രത്യേക എല്ലാ സ്ഥലങ്ങളും ഞങ്ങൾ അയച്ചു കൊടുത്താണ്. പത്രക്കാർ വന്ന് അതിന് വേണ്ടി സഹായം ചെയ്തു. പക്ഷെ ഇതുവരെ യാതൊരു നടപടി ഉണ്ടായിട്ടില്ല. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. തൃശൂർ ചൊവ്വൂരിൽ ഫർണിച്ചർ നിർമ്മാണ യൂണിറ്റിൽ തീപിടുത്തം. സിവിസ് വുഡ് ഇന്റീരിയേഴ്സ് എന്ന സ്ഥാപനത്തിലാണ് തീപിടുത്തമുണ്ടായത്. പുലർച്ചെ 1:15 സംഭവം. തൃശൂർ, ഇരിങ്ങാലക്കുട, പുതുക്കാട് എന്നിവിടങ്ങളിൽ നിന്നെത്തിയ അഗ്നിരക്ഷാസേന സംയുക്തമായാണ് തീയണച്ചത്. തൃശൂരിൽ നിന്നെത്തിയ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ TS ഷാനവാസ്, സീനിയർ ഫയർ റെസ്ക്യൂ ഓഫീസർ KA ജ്യോതികുമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് തീയണച്ചത്. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കുടുംബശ്രീ പാലക്കാട് ജില്ലാ മിഷന്റെ ആഭിമുഖ്യത്തിൽ ഒറ്റപ്പാലം ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് ക്ലസ്റ്റർ സർഗോത്സവം കുളപ്പുള്ളി KMIC ഓഡിറ്റോറിയത്തിൽ നടന്നു. അരങ്ങ് 2024 പത്മശ്രീ KK രാമചന്ദ്ര പുലവർ ഉദ്ഘാടനം ചെയ്തു. പല വേദികളിൽ പോകുമ്പോൾ എല്ലാവർക്കും ഒരു പ്രശ്നമുണ്ട്. അതുമായി ഞാൻ പറഞ്ഞ താല്പര്യമാണ്. അത് മാറി കഴിഞ്ഞാൽ പിന്നീട് അതായത് മദ്യത്തിനും അതുപോലെ തന്നെ ഇപ്പൊ മാറിയിരിക്കുന്ന കാലഘട്ടമാണ്, ഇന്ത്യയിലേക്ക് മാറിയിരിക്കുന്ന കാലഘട്ടമാണ്. അപ്പോൾ സാമ്പത്തികമായി എല്ലാവരും ഉയർന്നായ നേട്ടങ്ങളുണ്ടെങ്കിലും നമുക്ക് മാനസികമായ ഒരുപാട് പ്രശ്നങ്ങളാണ്. ഉദ്ഘാടന ചടങ്ങിൽ ഷൊർണൂർ നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു. ഷൊർണൂർ CDS ചെയർപേഴ്സൺ VC സിന്ധു സ്വാഗതം പറഞ്ഞു. അനങ്ങനാടി പഞ്ചായത്ത് പ്രസിഡന്റ് P ചന്ദ്രൻ, ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രാജേന്ദ്ര പ്രസാദ്, ചെറുപ്പളശ്ശേരി നഗരസഭാ ചെയർമാൻ രാമചന്ദ്രൻ, വാണിയംകുളം പഞ്ചായത്ത് പ്രസിഡന്റ് K ഗംഗാധരൻ എന്നിവർ പ്രസംഗിച്ചു. വിവിധ പഞ്ചായത്തുകളിലെ CDS ചെയർപേഴ്സൺമാർ പങ്കെടുത്തു. 3 സ്റ്റേജുകളിലായി നടക്കുന്ന മത്സരങ്ങളിൽ 65 ഇനങ്ങളിലായി 700ഓളം പേരാണ് മാറ്റുരയ്ക്കുന്നത്. ഓഫ് സ്റ്റേജ് മത്സരങ്ങൾ ബുധനാഴ്ച സമാപിച്ചിരുന്നു. ഉദ്ഘാടന ചടങ്ങിൽ ജില്ലാ പ്രോഗ്രാം മാനേജർ ശ്രീരേഖ നന്ദി പറഞ്ഞു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പട്ടാമ്പി തൃത്താല ബ്ലോക്ക് ക്ലസ്റ്റർ അരങ്ങ് 2024 അയൽക്കൂട്ട ഓക്സിലറി അംഗങ്ങളുടെ സർഗോത്സവം പിന്നണി ഗായിക M സർവശ്രീ ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീ പ്രസ്ഥാനം രാജ്യത്തിനാകെ മാതൃകയാണെന്ന് ചടങ്ങിൽ സംസാരിച്ച മുഹമ്മദ് മുഹ്സിൻ MLA പറഞ്ഞു. പട്ടാമ്പിയിൽ 2 ദിവസങ്ങളിലായി സംഘടിപ്പിച്ച സർഗോത്സവത്തിൽ 1000ഓളം പേർ മത്സരിച്ചു. പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന സർഗോത്സവത്തിന്റെ ഉദ്ഘാടനം പിന്നണി ഗായിക M സർവശ്രീ നിർവഹിച്ചു. എൻ്റെ പ്രൈമറി സ്കൂൾ കാലഘട്ടം മുതൽ ഞാൻ കേൾക്കുന്നതാണ്. കുടുംബശ്രീയുടെ ആദ്യ കാലഘട്ടം മുതൽ തന്നെ അതിൻ്റെ അംഗവും പ്രവർത്തകയുമാണ് എൻ്റെ അമ്മ. അതുകൊണ്ട് തന്നെ കുടുംബശ്രീ എനിക്ക് ഒട്ടും അപരിചിതമല്ല. കേരളത്തിൻ്റെ സ്ത്രീ ശക്തി മുഖ്യധാരയിലേക്ക് ഉയർത്തുന്നതിന് വേണ്ടി മുഖ്യ പങ്ക് വഹിച്ച പ്രസ്ഥാനമാണ് കുടുംബശ്രീ പ്രസ്ഥാനം. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വനിതാ സംഘടന. ഇത്രയും അധികം സ്ത്രീകളെ ഒരുമിച്ച് സംഘടിപ്പിക്കുന്ന മറ്റൊരു സംവിധാനം ഇല്ല എന്ന് തന്നെ പറയാം. ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ O ലക്ഷ്മിക്കുട്ടി അധ്യക്ഷയായി. കുടുംബശ്രീ പ്രസ്ഥാനം രാജ്യത്തിനാകെ മാതൃകയാണെന്ന് ചടങ്ങിൽ സംസാരിച്ച മുഹമ്മദ് മുഹസിൻ MLA പറഞ്ഞു. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ മുഖ്യാതിഥിയായിരുന്നു. കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ K ചന്ദ്രദാസ് മുഖ്യ
പ്രഭാഷണം നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റുമാരായ എ ആനന്ദവല്ലി, ടി സുഹറ, രമണി, ബേബി ഗിരിജ, രതി ഗോപാലകൃഷ്ണൻ, ഉണ്ണികൃഷ്ണൻ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷാബര ടീച്ചർ, കെ രാജൻ മാസ്റ്റർ, പി വിജയകുമാർ, പട്ടാമ്പി സീരിയസ് ചെയർപേഴ്സൺ ഗീത, തൃത്താല സീരിയസ് ചെയർപേഴ്സൺ സുജിത ജയപ്രകാശ്, പ്രിയങ്ക തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് 3 വേദികളിലായി സംഘനൃത്തം, സംഘഗാനം, ഒപ്പന, തിരുവാതിരക്കളി, ലളിതഗാനം തുടങ്ങിയ മത്സരങ്ങൾ നടന്നു. പട്ടാമ്പി തൃത്താല ബ്ലോക്കിലെ 15 CDSകളിൽ നിന്നായി 1000-ഓളം പേർ പങ്കെടുത്തു. 2 ദിവസങ്ങളായാണ് സർഗോത്സവം സംഘടിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. കരാത്തെ എന്ന ആയോധന കലയെ ജീവവായു പോലെ സ്നേഹിച്ച് തലമുറകളിലേക്ക് പകർന്നു നൽകുന്നതിൽ ആഹ്ലാദം കണ്ടെത്തുകയാണ് തൃശൂർ എടത്തുരുത്തിയിലെ ഒരു കുടുംബം. അയിനിച്ചുവട് സ്വദേശി സന്തോഷിന്റെ കുടുംബമാണ് കരാത്തേക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ചിരിക്കുന്നത്. കരാത്തെ ഒരു ആയോധന കലയെന്ന രീതിയിൽ ജനകീയമായിട്ടില്ലാത്ത കാലത്താണ് മറ്റുള്ളവരിൽ നിന്ന് കേട്ടറിഞ്ഞ് ഇത് അഭ്യസിക്കണമെന്ന ആഗ്രഹം സന്തോഷിനുണ്ടായത്. 1978-ൽ 12 വയസ്സുള്ളപ്പോൾ കരാട്ടയിൽ ഹരിശ്രീ കുറിച്ച സന്തോഷ് ഏറെ കഷ്ടപ്പാടുകൾ സഹിച്ചാണ് പഠനം തുടർന്നത്. വീട്ടുകാർക്ക് താൽപ്പര്യമില്ലാതിരുന്നിട്ട് പോലും നിരന്തര അഭ്യാസത്തിലൂടെ സന്തോഷ് മികച്ച പ്രകടനം കാഴ്ചവെച്ചു. 5 വർഷത്തിനുള്ളിൽ കരാട്ടെ അധ്യാപകന്റെ കുപ്പായമണിഞ്ഞു. ഇതിനിടയിൽ ബ്ലാക്ക് ബെൽറ്റും സ്വന്തമാക്കി. വിവാഹശേഷം സ്വന്തമായി ഒരു പരസ്യ കമ്പനി തുടങ്ങി. കമ്പനി പച്ചപിടിക്കാതായതോടെ ഭാര്യ രജനിയെയും കൂട്ടി വീണ്ടും കരാട്ടയുടെ ലോകത്തേക്ക് മടങ്ങി. സന്തോഷിൽ നിന്ന് രജനിയും കരാട്ടെ അഭ്യസിച്ചു. ചെറുപ്രായത്തിൽ തന്നെ മക്കളായ അനന്യയും അശ്വന്ത് കൃഷ്ണയും മാതാപിതാക്കളുടെ വഴിയെ സഞ്ചരിച്ചു. ഇതോടെ സന്തോഷിന്റെ കുടുംബം ഒരു സമ്പൂർണ്ണ കരാട്ടെ കുടുംബമായി. മക്കളും പരിശീലന രംഗത്തേക്ക് വന്നു. കേരളത്തിനകത്തും പുറത്തുമായി വേൾഡ് വൈഡ് മാർഷൽ അക്കാദമി എന്ന പേരിൽ നിരവധി ശാഖകൾ സ്ഥാപിച്ചു. പഠിതാക്കളിൽ ഭൂരിഭാഗവും പെൺകുട്ടികളാണ്. പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള മനോധൈര്യം പകർന്നു നൽകാനും കരാട്ടയെ ജനകീയമാക്കുകയുമാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് പറയുമ്പോൾ ഇരുവരുടെയും മുഖത്ത് വിരിയുന്നത് ആത്മവിശ്വാസത്തിൻ്റെ പുഞ്ചിരി. അപ്പോൾ നിരവധി കുട്ടികൾ നമ്മുടെ സ്കൂളിൽ നിന്ന് കരാട്ടെ പഠിച്ച് വലിയ ഉയർന്ന ലെവലിലെത്തിയിട്ടുണ്ട്. അതിലിപ്പം ചില ഡോക്ടർമാരായിട്ടുണ്ട്, എഞ്ചിനീയർമാരായിട്ടുണ്ട്, അതുപോലെ തന്നെ പോലീസിൽ ഡിപ്പാർട്ട്മെൻറ്റിലുണ്ട്, എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിലുണ്ട്. അങ്ങനെ നിരവധി പേര് നമ്മുടെ ഈ സ്കൂളിൻ്റെ കീഴിൽ കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ് എടുത്തിട്ട് പോയ ചരിത്രമുണ്ട് നമ്മുടെ സ്കൂളിൽ. ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വളരെയധികം രക്ഷിതാക്കൾ, അമ്മമാരും അച്ഛന്മാരും കുട്ടികളും കൂടിയിട്ട് ഇപ്പോൾ പരിശീലന രംഗത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. അപ്പോൾ നിരവധി കുട്ടികൾ ക്ലാസ്സിൽ ഇന്ന് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ആയോധന കല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളൊരു ജനകീയമാക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ കണ്ടമാനം ബ്രാഞ്ചുകളും അതുപോലെ തന്നെ കരാട്ടെ, കിക്ക് ബോക്സിങ്, കൊബുഡോ, അതായത് സേഫ്റ്റി നെഞ്ചാക്ക് അസോസിയേഷൻ്റെ നെഞ്ചാക്കിൻ്റെ ട്രെയിനിങ് എന്നുള്ള ആയോധന കലകളൊക്കെ നമ്മൾ പഠിപ്പിച്ചു കൊണ്ടുവരികയാണ് ഈ സ്കൂളിൻ്റെ കീഴിൽ. സാമ്പത്തികമില്ല എന്ന പേരിൽ കരാട്ടെ പഠിക്കാൻ കഴിയാത്തവരെ സൗജന്യമായി പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഇവർ. വർദ്ധിച്ചു വരുന്ന ലഹരി വിപത്തുകൾക്കെതിരെ ഈ ആയോധന കലയ്ക്ക് പ്രധാന പങ്കുവഹിക്കാൻ കഴിയുമെന്ന ഉറച്ച വിശ്വാസത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും കരാട്ടെ ക്ലാസുകൾ അക്കാദമിയുടെ നേതൃത്വത്തിൽ നടത്തുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. വൈശാഖമാസ പൗർണമി ശ്രീബുദ്ധന്റെ ജന്മദിനമായി ആചരിക്കുന്നതിന്റെ ഭാഗമായി പാലക്കാട്ട് സാമൂഹ്യ പ്രവർത്തകർ ബുദ്ധപൗർണമി കൂട്ടായ്മ സംഘടിപ്പിച്ചു. NAPM കൺവീനർ വിളയോടി വേണുഗോപാൽ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തു.
ലാഭേച്ഛയില്ലാത്ത സാമൂഹ്യ പ്രവർത്തനത്തിന് ബുദ്ധദർശനങ്ങൾ മാതൃകയാണെന്ന് വിളയോടി വേണുഗോപാൽ പറഞ്ഞു. രാഷ്ട്രീയ സംഘടനകളും നേതൃത്വങ്ങളും പ്രവർത്തകരും ബുദ്ധദർശനം സ്വീകരിച്ചാൽ നാട്ടിൽ അനീതിയും അക്രമവും അഴിമതിയും ഉണ്ടാകില്ലെന്നും വിളയോടി വേണുഗോപാൽ ചൂണ്ടിക്കാട്ടി. സിദ്ധാർത്ഥൻ പിന്നീട് ബുദ്ധനായ വലിയൊരു നവോത്ഥാന വിപ്ലവകാരിയുടെ ജന്മദിനമാണെന്ന് അദ്ദേഹത്തിന് ഇവിടെ വന്നിട്ടുള്ള എല്ലാവരും അദ്ദേഹത്തിൻ്റെ ചിന്തകളും ആശയങ്ങളും അനുഭവങ്ങളും നമ്മുടെ നിത്യജീവിതത്തിലും സാമൂഹ്യ രാഷ്ട്രീയ മണ്ഡലങ്ങളിലും ദിശാബോധത്തോട് കുറച്ചെങ്കിലും ഇടപെടുവാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ ഈ ജന്മദിനത്തിൽ അദ്ദേഹത്തിനെ ചിന്തിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആശയത്തെ നിലപാടുകളെ ചിന്തിച്ചുകൊണ്ട് അദ്ദേഹത്തിന് പ്രണാമർപ്പിക്കാൻ വേണ്ടി എല്ലാവരും പുഷ്പാർച്ചന നടത്താൻ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഏകതാ പരിഷത്ത് കൺവീനർ സന്തോഷ് മലമ്പുഴ അധ്യക്ഷത വഹിച്ചു. VS രാധാകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. കെ മായാണ്ടി, വിജയൻ അമ്പലക്കാട്, TP കനകദാസ്, മലമ്പുഴ ഗോപാലൻ, V പത്മമോഹൻ, പിരായിരി സയ്യിദ് മുഹമ്മദ്, അബ്ദുൽ ഖാദർ കണ്ണാടി, D കുഞ്ചൻ, A രവീന്ദ്രൻ, കൃഷ്ണൻകുട്ടി കുനിശ്ശേരി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കേരള ഗവൺമെന്റ് പ്രൊസസ് എംപ്ലോയീസ് യൂണിയൻ CITU ഷൊർണൂർ യൂണിറ്റ് യാത്രയയപ്പ് സമ്മേളനം സംഘടിപ്പിച്ചു. CITU പാലക്കാട് ജില്ലാ സെക്രട്ടറി M ഹംസ ഉദ്ഘാടനം ചെയ്തു. അച്ചടി വകുപ്പിൽ നിന്ന് റിട്ടയർ ചെയ്യുന്ന യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി A ഷാജഹാൻ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് PK ദിനേശൻ, യൂണിറ്റ് ഭാരവാഹികളായ CP വിജയൻ, A സുബ്രഹ്മണ്യൻ എന്നിവർക്കാണ് യാത്രയയപ്പ് നൽകിയത്. CITU ജില്ലാ സെക്രട്ടറി M ഹംസ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ മന്ത്രിസഭ ഉണ്ടാക്കുന്ന ഒരു നിർദ്ദേശം ഗവർണർക്ക് കൊടുത്താൽ ഗവർണർക്ക് അത് പരിശോധിക്കാനുള്ള സിസ്റ്റം ഉണ്ട്. അതെങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടത്? വിദ്യാർത്ഥി പ്രതിനിധിയുടെ കൂട്ടത്തിൽ വിദ്യാർത്ഥി തന്നെയാണോ, അതിൽ തന്നെ നല്ല പഠിക്കുന്ന കുട്ടിയാണോ നോക്കാം. പഠിക്കാത്ത കുട്ടിയാണെങ്കിൽ തള്ളാം. നല്ലോണം പഠിക്കുന്ന കുട്ടിയുടെ പേര് കൊടുക്കുമ്പോൾ നല്ലോണം പഠിച്ച കുട്ടിയുടെ സ്ഥാനത്ത് നല്ലോണം തോറ്റ കുട്ടിയുടെ സ്ഥാനം പേരെടുത്തിട്ട് ഗവർണർ കൊടുത്താൽ എന്താ അതിൻ്റെ അർത്ഥം? അവസാനം പറയുന്നു, ഭരണഘടനാ രംഗത്ത് ഭരണഘടനാപരമായി വിവേചനാധികാരം എന്നൊന്ന് ഗവർണർക്കുണ്ട്. ആ വിവേചനാധികാരം എന്ന് പറയുന്നത് സ്വന്തം ഇഷ്ടമല്ല, ഭരണഘടനാപരമായ ബാധ്യത നിർവഹിക്കാനുള്ള വിവേചനാധികാരമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഗവർണർക്കെതിരായി കേരളത്തിലെ ഹൈക്കോടതി വിധി എഴുതേണ്ടി വന്നല്ലോ. VT രാധാമണി അധ്യക്ഷത വഹിച്ചു. A ഷാജഹാൻ, PK ദിനേശ്, XR സജീവ്, V വേണുഗോപാൽ, RL അജയകുമാർ, നളിനകുമാർ, A സുബ്രഹ്മണ്യൻ, CP വിജയൻ, ശ്രീനിവാസൻ എന്നിവർ പ്രസംഗിച്ചു. യൂണിറ്റ് സെക്രട്ടറി R പുഷ്പരാജൻ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി KK സന്തോഷ് കുമാർ നന്ദിയും പറഞ്ഞു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഞാങ്ങാട്ടിരി മഹർഷി വിദ്യാലയത്തിന്റെ രജത ജൂബിലി മെയ് 24-ന് വെള്ളിയാഴ്ച വിവിധ പരിപാടികളോടെ ആഘോഷിക്കും. സംപൂജ്യ സ്വാമി ചിദാനന്ദപുരി ആഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ പട്ടാമ്പിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 1998-ൽ പട്ടാമ്പിയിൽ 15 വിദ്യാർത്ഥികളുമായി തുടങ്ങിയ മഹർഷി വിദ്യാലയത്തിൽ ഇന്ന് 1200-ൽ പരം വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. 14 SSLC ബാച്ചും 5 +2 ബാച്ചും ഇതിനോടകം പുറത്തിറങ്ങി. CBSE 10-12 എന്നീ ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ എല്ലാ വർഷവും 100 മേനി വിജയം നേടാറുണ്ട്. വിദ്യാലയത്തെ പ്രതികരിച്ച് വിവിധ മത്സരങ്ങളിൽ ഇവിടുത്തെ വിദ്യാർത്ഥികൾ ഉന്നത സ്ഥാനങ്ങൾ കരസ്ഥമാക്കാറുണ്ട്. സ്ഥാപനത്തിൻ്റെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന രജത ജൂബിലി ആഘോഷങ്ങൾക്ക് ശനിയാഴ്ച തുടക്കം കുറിക്കും. വിപുലമായ പരിപാടികളോടുകൂടിയാണ് രജത ജൂബിലി ആഘോഷിക്കുക. ആഘോഷ പരിപാടി വെള്ളിയാഴ്ച സംപൂജ്യ സ്വാമി ചിദാനന്ദപുരി ഉദ്ഘാടനം ചെയ്യും. ഗായിക രാധിക അശോക് മുഖ്യാതിഥിയായിരിക്കും. മാഗസിൻ പ്രകാശന ചടങ്ങിൽ ഒറ്റപ്പാലം NSS കോളേജ് റിട്ടയർ പ്രിൻസിപ്പൽ TG വിജയകുമാർ, നടൻ വിജയൻ ചാത്തന്നൂർ എന്നിവർ പങ്കെടുക്കും. ചടങ്ങിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കുമെന്നും സംഘാടകർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഒരു വർഷത്തെ ആഘോഷമായിട്ട് ഉദ്ദേശിക്കുന്നത് അതിൽ വിദ്യാലയത്തിൽ മാത്രമല്ല സമൂഹത്തിൽ കൂടി ഗുണകരമായിട്ട് കാര്യങ്ങൾ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അതൊന്ന് വരുന്ന നാളുകൾ നിങ്ങൾക്ക് നേരിൽ അറിയാവുന്നതാണ്. എന്തായാലും നാളത്തെ ഈ 24 നാളത്തെ ഈ ദിവസം വെള്ളിയാഴ്ച ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് നമുക്കെല്ലാം സുപരിചിതനായിട്ടുള്ള കേരളത്തിൻ്റെ ആധ്യാത്മിക സാംസ്കാരിക മേഖലയിൽ നിറഞ്ഞു നിൽക്കുന്ന സംപൂജ്യനായിട്ടുള്ള സ്വാമി ചിദാനന്ദപുരി സ്വാമി അവர்களാണ്. ഈ ശ്രീ മഹർഷി വിദ്യാലയത്തിൻ്റെ 25ാം വാർഷികം. വാർത്താസമ്മേളനത്തിൽ മഹർഷി വിദ്യാലയം ചെയർമാൻ TK വിനയഗോപാൽ, സെക്രട്ടറി T രവീന്ദ്രനാഥൻ, പ്രിൻസിപ്പൽ A വിജയകുമാർ, SMC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മനോജ് എന്നിവർ പങ്കെടുത്തു.
ന്യൂസ് ബ്യൂറോ പട്ടാമ്പി. മങ്കര കണ്ണമ്പരിയാരം ഞാറക്കോട് ഭഗവതി ക്ഷേത്രത്തിൽ 16ാമത് പ്രതിഷ്ഠാദിന മഹോത്സവവും 9ാമത് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞവും മെയ് 24 മുതൽ ജൂൺ 1 വരെ നടക്കും. പുതിയിലും ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയാണ് യജ്ഞാചാര്യൻ. യജ്ഞത്തോടനുബന്ധിച്ച് ദിവസവും അന്നദാനമുണ്ടാകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. വെള്ളിയാഴ്ച വൈകിട്ട് 5 മണിക്ക് ആചാര്യന്മാരെ പൂർണ്ണകുംഭം നൽകി സ്വീകരിക്കും. തുടർന്ന് കേരള സന്യാസി സഭ സംസ്ഥാന സെക്രട്ടറി H. പ്രഭാകരാനന്ദ സരസ്വതി ഭദ്രദീപം തെളിയിച്ച് യജ്ഞം ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് ദീപാരാധന, ഭാഗവത പ്രഭാഷണം എന്നിവ നടക്കും. ജൂൺ 1-നാണ് പ്രതിഷ്ഠാദിനം. അന്നേ ദിവസം അന്നദാനം, ദീപാരാധന എന്നിവയുണ്ടാകുമെന്നും നിത്യേന വിവിധ കലാപരിപാടികളും ഒരുക്കിയിട്ടുണ്ടെന്നും ഭാരവാഹികൾ അറിയിച്ചു. ഞാറക്കോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ 16ാമത് പ്രതിഷ്ഠാ ദിനവും 9ാമത് സപ്താഹവും 24-ാം തീയതി തൊട്ട് ആരംഭിക്കുകയാണ്. ഇതിനോടനുബന്ധിച്ച് എല്ലാ ദിവസവും അന്നദാനവും വൈകുന്നേരം നൃത്തങ്ങളും ഉണ്ടായിരിക്കുന്നതാണ്. ഇതിൻ്റെ പരിപാടികളെ എല്ലാവരും സഹകരിച്ച് പങ്കെടുക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പ്രധാന വാർത്തകൾ വീണ്ടും. ഓങ്ങല്ലൂരിൽ GST വകുപ്പിന്റെ നേതൃത്വത്തിൽ വ്യാപക റെയ്ഡ്. പരിശോധന നടന്നത് കാരക്കാട് മേഖലയിലെ സ്ക്രാപ്പ് വ്യാപാര സ്ഥാപനങ്ങളിൽ. റെയ്ഡ് വ്യാജ GST രജിസ്ട്രേഷൻ ഉണ്ടാക്കി അനധികൃത വ്യാപാരം നടത്തുന്ന സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചെന്ന സൂചന. പട്ടാമ്പി മരുതൂരിൽ വനം വകുപ്പിന്റെ ചന്ദനവേട്ട. വാടക വീട് കേന്ദ്രീകരിച്ച് ചന്ദന കച്ചവടത്തിലേർപ്പെട്ട സംഘത്തിലെ 2 പേർ അറസ്റ്റിൽ. ഒരാൾ ഓടി രക്ഷപ്പെട്ടു. വിൽപ്പനയ്ക്കായി ചെത്തിയൊരുക്കിയ 236 കിലോ ചന്ദനവും 2 വാഹനങ്ങളും ആയുധങ്ങളും ഡിജിറ്റൽ ത്രാസും മൊബൈൽ ഫോണുകളും പിടിച്ചെടുത്തതായി അധികൃതർ. അറസ്റ്റിലായത് കരിമ്പുഴ ശ്രീകൃഷ്ണപുരം സ്വദേശികൾ. വേനൽ മഴയിൽ പരക്കെ നാശനഷ്ടം. കോട്ടായിയിൽ ഗവൺമെന്റ് ഹൈസ്കൂളിന്റെ ചുറ്റുമതിൽ തകർന്നു വീണു. കോട്ടായി പുടൂർ പ്രധാന പാതയിൽ സംരക്ഷണ ഭിത്തി വയലിലേക്ക് പതിച്ചു. ദേശമംഗലത്ത് റോഡ് ഇടിഞ്ഞു വീണ് അപകട ഭീഷണിയിലായ കുടുംബത്തെ മാറ്റിപ്പാർപ്പിച്ചു. വീടിനരികിലേക്ക് റോഡ് ഇടിഞ്ഞു വീണത് ബുധനാഴ്ച വൈകിട്ട്. തൃശൂരിൽ നഗരത്തിലെ രൂക്ഷമായ വെള്ളക്കെട്ടിനെതിരെ കോർപ്പറേഷൻ ഓഫീസിൽ പ്രതിപക്ഷ കൌൺസിലർമാരുടെ പ്രതിഷേധം. കേച്ചേരിയിൽ KSRTC ബസിന് പിറകിൽ സ്വകാര്യ ബസ്സിടിച്ച് 15 പേർക്ക് പരിക്ക്. അപകടം ഇന്നു രാവിലെ 9 മണിക്ക്. തൃശൂർ ചൊവ്വൂരിൽ ഫർണിച്ചർ നിർമ്മാണ യൂണിറ്റിൽ വൻ തീപിടുത്തം, ആളപായമില്ല. കൂനത്തറയിൽ ഭൂമാഫിയയുടെ വിളയാട്ടം അവസാനിപ്പിക്കാൻ നടപടി വേണമെന്ന് BJP. പ്രദേശത്തെ കുന്നിടിക്കൽ പ്രവൃത്തി നാട്ടുകാരിൽ വലിയ ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ടെന്ന് നേതാക്കൾ. BJP ജില്ലാ പ്രാദേശിക നേതാക്കൾ സ്ഥലം സന്ദർശിച്ചു. ഭൂമാഫിയക്കെതിരെ നടപടിയുണ്ടായില്ലെങ്കിൽ പ്രക്ഷോഭം ആരംഭിക്കുമെന്ന് BJP ജില്ലാ ജനറൽ സെക്രട്ടറി P. വേണുഗോപാൽ. കൊല്ലങ്കോട് വാഴപ്പുഴയിൽ പുലി ചത്തത് ആന്തരിക രക്തസ്രാവം മൂലമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. പുലി കുടുങ്ങിയ വേലിയിലെ കമ്പികൾ വരിഞ്ഞു മുറുകിയത് ആന്തരിക അവയവങ്ങൾക്ക് ക്ഷതമേൽക്കാൻ കാരണമായി. പോസ്റ്റ്മോർട്ടം നടത്തിയത് തൃശൂർ വെറ്റിനറി കോളേജിലെ വിദഗ്ധ സംഘം. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.